പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ നിന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി വന്നതിന് ശേഷം 10 വെളുത്തുള്ളി അല്ലി, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇത് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് 3 സബോള കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഇപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറിയ തരിയോട് കൂടിയ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. പൊടികളുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർക്കാം. ടൊമാറ്റോയ്ക്ക് പകരം 1 കപ്പ് തൈരും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വെന്ത് വരണം, ഒന്ന് ഉടഞ്ഞ് കിട്ടണം എല്ലാം തന്നെ മൊത്തത്തിൽ. അതിനുശേഷം നമുക്കിവിടെ ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ ഏകദേശം 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് യോജിപ്പിക്കുക, ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് അടച്ച് വെച്ച് ഏകദേശം 10 മിനിറ്റ് നമുക്ക് വേവിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തുറന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കറിവേപ്പില നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതാണ്. ഏകദേശം 3/4 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്തൊന്ന് യോജിച്ചതിന് ശേഷം അടച്ച് വെച്ച് നമ്മൾ വീണ്ടും ഒരു 7 മിനിറ്റ് നന്നായിട്ട് വേവിക്കണം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് വെള്ളമൊന്ന് വറ്റുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞ് വെച്ചാൽ ഏകദേശം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തും. ഇപ്പോൾ ഇവിടെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഷിലേക്ക് മാറ്റാവുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.